ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 57-ാമത്തെ വാക്യം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായി എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നമ്മെ നടത്തുന്ന ഒരു ദൈവം. റോമാലേഖനം 8-37 വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പുതിയ നിയമത്തിലുടനീളം പ്രിയമുള്ളവരെ ജയം നൽകുന്ന കർത്താവിനെ കുറിച്ച് നാം കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നിസി, ദൈവം എന്റെ ജയക്കൊടിയാണ്. ദ ലോർഡ് ഈസ് അവർ ബാനർ. പരാജയങ്ങൾ, വീഴ്ചകൾ, കുറവുകൾ, തോൽവികൾ ഇതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തുടരുന്നത് നമ്മുടെ വിടുതലുകൾക്ക് തടസ്സമാണ്, അല്ലെങ്കിൽ വിജയങ്ങൾക്ക് തടസ്സമാണ്. ജീവിതത്തിൽ പലവിധമായ പ്രശ്ന സാഹചര്യങ്ങൾ കൂടി നാം കടന്നു പോകും. പക്ഷേ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും പരാജയത്തിന്റെ പടുകുഴിയിൽ നാം വീണുപോകുകയല്ല, തോൽവികളുടെ താഴ്വരകളിൽ നാം തകർന്നു പോകുകയല്ല, വീഴ്ചകളുടെ അഗാധതയിൽ നാം തീർന്നു പോകുകയല്ല. അവിടുന്ന് ഉയരങ്ങളിലേക്ക് എഴുന്നേൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് അതിന് പറയുന്നു, നിങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ എപ്പോഴും എല്ലായിടത്തും നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. ഈ ചിന്തകൾ നാം പഠിക്കുമ്പോൾ സുവിശേഷം, ലേഖനം, പ്രവചന പുസ്തകം, ഈ 3 കാര്യങ്ങൾ അധികരിച്ച് ഒരു ജയാളിയായ ഭക്തനെ കുറിച്ച് പഠിക്കുവാൻ കഴിയുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുവിശേഷം വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു, ലേഖനങ്ങൾ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു. എന്നാൽ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ജയത്തിന്, ജയാളിക്ക് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് എഫെസോസ് സഭയോട് ദൂത് പറഞ്ഞപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്ഫുർണ സഭയോട് ആത്മാവ് ദൂത് പറഞ്ഞപ്പോൾ ജയിക്കുന്നവന് 2ാം മരണത്തിൽ ദോഷം വരികയില്ല. പെർഗമോ സഭയോടുള്ള ദൂതിൽ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. തുയത്തേരെ സഭയോടുള്ള ദൂതിൽ ഞാൻ ജാതികളുടെ മേൽ അവൻ അധികാരം കൊടുക്കും. വീണ്ടും സഭകളോടുള്ള ദൂതിൽ, അത് സർദീസ് ആകട്ടെ, അത് ഫിലദൽഫിയ സഭയാകട്ടെ, ലവോദിക്യ സഭയാകട്ടെ, ആലയത്തിൽ തൂണാക്കും, വെള്ളയുടുപ്പ് കൊടുക്കും, എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. ഇതെല്ലാം ജയിക്കുന്നവനാണ്. പ്രിയരെ, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും ജനിച്ചത് ജയിക്കുവാനാണ്. ആ ജയം എന്ന് പറയുന്നത് പൂർണ്ണ ജയമാണ്. സകലത്തിന്മേലും പൂർണ്ണ ജയാളികളായി നിങ്ങൾ നിൽക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതെല്ലാം മേഖലയിൽ ജയം ആവശ്യമാണ്? 1, നിങ്ങൾ ലോകത്തെ ജയിക്കണം. എന്താണ് ലോകം? ക്രിസ്തുവിനെതിരെയുള്ള സകലവിധ ആശയങ്ങളും കെട്ടുപണികളും സംസ്കാരങ്ങളും അതിന്റെ ആധുനികതകളും മാസ്മരികതകളും ഭാഷനും സംസ്കൃതിയും തത്വചിന്തയും ക്രിസ്തുവിന് പകരമായി മാനുഷ്യമായി ഉയർത്തി കാണിക്കാവുന്ന ലൗകികമായ സംവിധാനങ്ങളും ലോകം എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് സംക്ഷേപിക്കാം. വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നു, നാം ലോകത്തെ ജയിക്കണം. 1 യോഹന്നാൻ 5:4 ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. അവിടെ പ്രകാരം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. പ്രിയമുള്ളവരെ, നാം ലോകത്തെ ജയിക്കണം. അടുത്തത് ദൈവത്തിന് വചനം പറയുന്നു, നാം നമ്മുടെ സ്വയത്തെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ മോഹങ്ങളെ, എന്റെ മനോവികാരങ്ങളെ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ ജയിക്കുന്നവനായിരിക്കണം വിശ്വാസി. അവിടെ ഞാൻ സ്വയത്തെ ഇല്ലാതാക്കുവാൻ, സ്വയത്തെ മരിപ്പിക്കുവാൻ, സ്വയത്തെ ക്രൂശിക്കുവാൻ, സ്വയത്തിന്റെ താല്പര്യങ്ങളെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളെയും സ്വയത്തിന്റെ സ്വാധീനങ്ങളെയും സ്വയം നിങ്ങൾക്ക് ശക്തിപ്പെടുത്തി നൽകുന്ന ജഡത്തിന്റെ സകലവിധമായ പ്രവൃത്തികളെയും ഇല്ലാതാക്കുവാൻ കഴിയുന്നിടത്താണ് ഒരു വിശുദ്ധൻ ജയിക്കുന്നത്. വീണ്ടും നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് പൈശാചിക അധികാരികളെ നാം ജയിക്കണം. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദുഷ്ടാത്മസേനകൾ, ദുഷ്ടന്റെ തീമ്പുകൾ, അല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ദുർദിവസങ്ങൾ, പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവവുമായി മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ലോകം നിങ്ങളെ എതിർക്കും. ലോകത്തിന്റെ മാസ്മരികത, ആകർഷണങ്ങള്, അതിന്റെ ഇഷ്ടങ്ങള്, താല്പര്യങ്ങള്, സുഖങ്ങള്, സൗകര്യങ്ങള്, നിങ്ങളെ മോഹിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ, അതെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന്, ദൈവഹിതത്തിൽ നിന്ന് നമ്മെ അകറ്റും. നിങ്ങൾ ദൈവവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ലോകം നിങ്ങൾക്കെതിരെ വരും. ദൈവമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് ഒരു ആഴമേറിയ ബന്ധത്തിന് നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജഡം, നിങ്ങളുടെ താല്പര്യങ്ങൾ, ജഡത്തിന്റെ സ്വാധീനങ്ങൾ, ജഡത്തിന്റെ മനോവികാരങ്ങൾ, അതിന്റെ താല്പര്യങ്ങൾ, അത് നിങ്ങളോട് എതിർക്കും. ദൈവമായുള്ള ഉയരങ്ങളിലെ ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഉന്നതമേറിയ ഉയർന്ന മണ്ഡലങ്ങൾ, ആത്മതലങ്ങൾ, സ്വർഗീയമായവ, കർത്താവുമായിട്ടുള്ള ഒരു മഹത്വകരമായ അത്യുന്നതമായ ഉയർച്ചയുടെ പടവുകളിലേക്ക് നിങ്ങൾ ദൈവമായി ഉയരുവാൻ ശ്രമിക്കുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സേനകളും പൈശാചിക സ്വാധീനങ്ങളും പിശാച് ഉയർത്തി കാണിക്കാവുന്ന എല്ലാവിധമായ ഉയർച്ചകളും നിങ്ങൾക്കെതിരെ നിലനിൽക്കും. പിശാച് പലവിധമായ വെല്ലുവിളികൾ ഉയർത്തി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ നിരന്തരമായ പോരാട്ടങ്ങൾ അഴിച്ചുവിട്ടുന്നു വന്നാലും
ഒരു വിശുദ്ധന് അതിനെയും അതിജീവിക്കുവാൻ കഴിയും. ഒടുവിൽ കർത്താവിലും അമിത ബലത്തിൽ ശക്തിപ്പെട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ഇന്ന് സഭയ്ക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നാം സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ ആത്മജീവിതത്തിൽ തടസ്സമായി പൈശാചിക അധികാരങ്ങൾ ഉയർത്തിക്കെട്ടുന്ന എല്ലാവിധമായ ഉയർച്ചകളെയും ആത്മാവിൽ ഇടിച്ചു കളയുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയണം. അവിടെ അത്രേ ക്രിസ്തുവിനുള്ള ജയത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ കഴിയുന്നത്. അങ്ങനെ പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ജയാളികളാണ്, നാം പൂർണ്ണ ജയാളികളാണ്. ആ ജയത്തിൽ ജീവിക്കാം. ഗോഡ് ബ്ലസ് യു.